ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കുഞ്ഞിന് ഡ്രസ്സ് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക ക്ഷണനം കിട്ടിയിട്ട് ഞങ്ങൾ അംഗൻവാടിയിലേക്ക് പോവുകയാണ് കേട്ടോ. തലേദിവസം അംഗൻവാടി ടീച്ചർ വിളിച്ച് പറഞ്ഞു, നർത്തനക്കുട്ടിയുമായിട്ട് അംഗൻവാടിയിൽ വരണം, ശിശുദിനമല്ലേ എന്ന്. അപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ തലേദിവസം രാത്രിയിൽ പോയി ഒരു വെള്ള ഉടുപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ രാവിലെ ഒരു റോസാപ്പൂവൊക്കെ റിബൺ വെച്ചിട്ട് റോസാപ്പൂവൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി അവൾക്ക് ഉടുപ്പിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തു. അംഗൻവാടി വന്ന ടീച്ചർ പാട്ടൊക്കെ പാടി പിന്നെ ബാക്കിയുള്ള കുട്ടികൾക്ക് റോസാപ്പൂ കൊടുത്തു. ഇവർക്ക് ഓൾറെഡി ഞാൻ റോസാപ്പൂ പിൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ടീച്ചർ വേറെ റോസാപ്പൂ കൊടുത്തില്ല. പിന്നെ ടീച്ചർ ഒരുപാട് പാട്ടൊക്കെ പാടി അതിനെപ്പറ്റി ചെറുതായിട്ട് കുട്ടികളോടൊക്കെ കഥ പോലെ എല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് പാൽപ്പായസം വെച്ച് തന്നായിരുന്നു കേട്ടോ. പിറന്നാൾ പായസമാണ്, ചാച്ചാജിയുടെ പിറന്നാൾ പായസമാണ്. ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു. അവൾ ഒന്നും കഴിക്കാതെ വന്നാണ്. രാവിലെ ഇവളെ കഴിപ്പിക്കുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് കഴിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഒരു കുഞ്ഞു റാലി ഉണ്ടായിരുന്നു കേട്ടോ. ടീച്ചറിൻ്റെ വക പാട്ടും ഒക്കെ ആയിട്ട് അംഗൻവാടിയുടെ മുന്നിൽ ഒരു ചെറിയൊരു വഴിയുണ്ട്. ആ വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടൊന്ന് നടന്നു. മുദ്രാവാക്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിളിച്ച് ഇങ്ങനെ നടന്നു. സത്യം പറഞ്ഞാൽ എനിക്കത് കാണുമ്പം ഒരു നൊസ്റ്റാൾജി തോന്നുന്നു കേട്ടോ. പണ്ട് അംഗൻവാടി പോയതും കഞ്ഞി കുടിക്കാൻ പോയതും ഉപ്പുമാവ് കഴിക്കാൻ പോയതുമൊക്കെ ഞാനിങ്ങനെ ഓർക്കുന്നു. ഇപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ വരുന്നു. അവളെ ചേർക്കാൻ അല്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ഭാവിയിൽ നടക്കുമെന്ന് നമ്മൾ അപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ടോ? പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ജയിക്കട്ടെ ജയിക്കട്ടെ ചാച്ചാജി ജയിക്കട്ടെ. ഒന്നൂടെ പറഞ്ഞേ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ജന്മനാൾ ശിശുദിനത്തിന്നേളനാൾ വർഷം തോറും എത്തിയിടട്ടെ ഹർഷപുളകനാളുകൾ. ഇനി നമ്മൾ തിരിച്ചു പോരെ, ഓടി വന്നേ. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ അംഗൻവാടിയിലും സ്കൂളിലും ഒക്കെ ഇന്ന് ശിശുദിനം ആഘോഷിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അവരേത് ചരിത്ര നായകന്മാരായിട്ടായിരിക്കും ഒരുങ്ങിയിട്ടുണ്ടായിരിക്കുക? ചാച്ചാജിയായിട്ടാണോ അതോ ഇതേപോലെ വെള്ള ഉടുപ്പും റോസാപ്പൂ ഒക്കെ വെച്ചിട്ടാണോ പോയിട്ടുണ്ടായിരിക്കുക? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ സുന്ദരി പെണ്ണിനെ കണ്ടോ? രാവിലെ ഒരുങ്ങി റോസാപ്പൂ ഒക്കെ വെച്ച് സുന്ദരിയായിട്ട് ചിരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടോ? ഇത് ഞങ്ങൾ രാവിലെ അംഗൻവാടി ചെന്നപ്പോൾ ഇത്രയും പേരുള്ളൂ. പിന്നെ ഇത്രയും പേരായി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.